ഹായ് വെൽക്കം ബാക്ക് ടു ഡാസിൽ ഡിസൈൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. അതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. അതിനകത്ത് മുഴുവൻ വന്നിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. അതുപോലെ ഞാനിപ്പോ ഈ ചന്തേരി സിൽക്കാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതും ചന്തേരി സിൽക്കാണ്. ഇത് ശരിക്കും ഒരു എൻ്റെ ചാനലിനകത്ത് ഒരു 4 വർഷം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോയിൽ ഉള്ളതാണിത്. ഞാനിപ്പോൾ 4 വർഷമായിട്ടും ഞാനിത് ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയത്. നമ്മൾ കെയർ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഇത്. അപ്പൊ ഇതിന്റെ കളർ വരുന്നത് ബ്രിക്ക് റെഡ് ആണ്. ബ്രിക്ക് റെഡിനകത്ത് ആ ഒരു ലീഫ് പോലത്തെ ഒരു ബ്ലോക്ക് പ്രിന്റ്സ് ആണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. ഒരു ക്രീം കളറും അതിനകത്ത് ഒരു ബ്ലാക്കും കൂടാണ് അതിന്റെ ഒരു കളേഴ്സ് വന്നിരിക്കുന്നത്, പ്രിന്റിന്റെ കളറുകൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ്സിൽ ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റിന്റെ ഒരു ബോർഡറും ഉണ്ട്. പിന്നെ ഈ ചന്തേരി സിൽക്കിൽ വരുന്ന ആ ഒരു ഗോൾഡൻ സെറി ബോർഡർ ഈ സൈഡിലുണ്ട്. ഈ സൈഡിലും ആ ഒരു ഗോൾഡൻ സെറി ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ബാക്ക് വരുന്നതും സെയിം അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് 47 ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു 49 ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് ബാക്കിൽ ഒരു ചെറിയ ജോയിന്റ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ അങ്ങനെയായിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ബാക്കിൽ ചെറിയൊരു ജോയിന്റ് കൊടുത്താണ്. ഞാൻ സാധാരണ എല്ലാം 49 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നമുക്ക് ശരിക്കും ഇത് എലഗന്റ് ആയിട്ടുള്ള, വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ആർക്ക് ചെറു ഏജ് ഉള്ളവർക്കാണെങ്കിലും ഇനി ഏജ് കുറഞ്ഞവർക്കാണെങ്കിലും എല്ലാം ഇടാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടോപ്പിന്റെ ലുക്ക് വരുന്നത്. ദുപ്പട്ട വരുന്നത് നല്ലൊരു ബേജ് ഷെയ്ഡാണ്. ആ ഒരു ബേജ് ഷെയ്ഡില് ബ്ലാക്ക് ആണ് പ്രിന്റ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൈഡ്സിൽ ആ ഒരു മെറൂൺ, ആ ഒരു ബ്രിക്ക് റെഡിന്റെ ആ ഒരു ബോർഡറും ഉണ്ട്. അതുപോലെ ഗോൾഡൻ സെറി വീവിങ്ങും ഉണ്ട്. എൻഡില് രണ്ട് സൈഡിലും ഇങ്ങനെ ആ ടോപ്പിന്റെ ആ ഒരു പ്രിന്റ്സും ആണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്, ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ടോപ്പിലെ ഈ ഒരു ബോർഡർ എടുത്ത് നെക്കിലൊക്കെ വേണമെങ്കിൽ ഒരു പാറ്റേൺ ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ആ ഒരു ഗോൾഡൻ സെറിയുടെ ബോർഡർ ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പിന്റെയും ദുപ്പട്ടയുടെയും കൂടെ ഒരു ലുക്ക് വരുന്നത്. ബോട്ടം വരുന്നത് കോട്ടണിലാണ്. ബ്ലോക്ക് പ്രിന്റ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെ വന്നിട്ടുള്ള ബോട്ടമാണ് വന്നിരിക്കുന്നത്. ബോട്ടത്തിലും ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് നിങ്ങൾക്ക് ഈ ഒരു കളറിൽ ഒരു ബോട്ടം ഇടുവാണെങ്കിൽ. ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ സെറ്റിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്, 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനും എല്ലാത്തിനും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ക്രീം കളർ, ഒരു വൈറ്റ് ക്രീമും കൂടെ മിക്സ് ചെയ്ത ഒരു കളറും അതുപോലെ ബ്ലാക്ക് കളറും ആണ് വന്നിരിക്കുന്നത്. സൈഡിലെ ബോർഡേഴ്സ് ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റും സെറി ബോർഡറും വരും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡിലും ഇങ്ങനെ ഒരു സെറി ബോർഡർ വരും. പിന്നെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പം ഇതൊന്ന് കളർ ഗാർഡ് യൂസ് ചെയ്ത്, മസ്റ്റ് ആയിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്ത് വേണം ഇത് വാഷ് ചെയ്യാനായിട്ട്. കാരണം ഇതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്ന ഒന്നും കെമിക്കൽ ഡൈസ് അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം ആ ഒരു വെജിറ്റബിൾ ഡൈ, ഒരു നാച്ചുറൽ ഡൈ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാം ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ നല്ല കെയർ ചെയ്ത് യൂസ് ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾ ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിത് കളർ ഗാർഡ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കളർ ബ്ലീഡിങ്ങിനുള്ള ചാൻസസ് ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടോപ്പിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട കണ്ടോ, ആ ഒരു ഓഫ് വൈറ്റ് ഒരു ക്രീം ഷെയ്ഡില് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സെന്ററിൽ ആ ഒരു പോൾക്ക ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ ബ്ലാക്ക് പോൾക്ക ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. എൻഡില് ആ ഒരു ടോപ്പിന്റെയും ഒക്കെ ബ്ലോക്ക് പ്രിന്റ്സും കൂടെ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ആ ഒരു ചന്തേരി സിൽക്കിലുള്ള ആ ഒരു ഗോൾഡൻ സെറി വീവ്സും വന്നിട്ടുണ്ട്. പിന്നെ ചന്തേരി സിൽക്ക് ആണെന്ന് പറഞ്ഞാൽ ഇതിന് ശരിക്കും ഒരു ഭയങ്കര സിൽക്കിന്റെ ഒരു ഷൈനിങ് ഇല്ല ഈ ഒരു മെറ്റീരിയലിന്. ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അതറിയാം, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പിന്റെയും ദുപ്പട്ടയുടെയും കൂടെ ലുക്ക് വരുന്നത്. ബോട്ടം വരുന്നത് ആ ഒരു പോൾക്ക ഡോട്ട്സിലാണ് വന്നിരിക്കുന്നത്. ഒരു ക്രീം ഷെയ്ഡിലാണ്, ഒരു വൈറ്റ് അല്ല, ഇങ്ങനെ നല്ലൊരു ക്രീമും വൈറ്റിനും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു ഷെയ്ഡിലാണ് ഇങ്ങനെ ഈ ഒരു ടോപ്പിന്റെ ദുപ്പട്ടയുടെ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1950 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്.
നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ആ ഒരു മെഹന്തി ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ആ ഒരു സൈഡ്സിൽ ഇങ്ങനെ ബോർഡേഴ്സ് വരുന്നുണ്ട്, എല്ലാത്തിനും ഗോൾഡൻ സെറി ബോർഡറും വരുന്നുണ്ട്. അതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രിന്റിനും അങ്ങനെ വലിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ടായിരിക്കത്തില്ല. ചില പ്രിന്റൊക്കെ ചെറിച്ച് ഡള്ളായിട്ടായിരിക്കും വരുന്നത്, അതും കൂടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ബാക്ക് സൈഡ് ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ കളർ ഗാർഡ് നിങ്ങൾ യൂസ് ചെയ്ത് വേണം ഇത് വാഷ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ദുപ്പട്ട വരുന്നത് ആ ഒരു ക്രീമും ബ്ലാക്കും കൂടെ ഉള്ള ഒരു പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. സൈഡ്സിൽ ആ ഒരു ബോർഡേഴ്സും വരുന്നുണ്ട്, എൻഡില് ആ ഒരു ടോപ്പിന്റെ ബോർഡേഴ്സും വരുന്നുണ്ട്. നമ്മൾ ആ ഒരു മഹേശ്വരി സിൽക്ക് കാണിച്ചല്ലോ, ആ ഒരു പാറ്റേൺ തന്നെയാണ്. ആ ഒരു മെറ്റീരിയലിനകത്തും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല, അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. മഹേശ്വരിയിൽ ആ ഒരു ബോർഡേഴ്സ് കുറച്ചുകൂടെ ഒരു വിട്ട് കൂടിയ ബോർഡർ ആയിരിക്കും, നല്ലൊരു വീവിങ് ബോർഡർ ആയിരിക്കും വരുന്നത്. അതേ ഉള്ള വ്യത്യാസം. ഇതിനകത്ത് ആ ഒരു സെറി ബോർഡർ കുറച്ചുകൂടെ ചെറിയ ബോർഡർ ആയിരിക്കും വരുന്നത്. അതാണ് ഇതിനകത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്, ടോപ്പിന്റെ ദുപ്പട്ടയുടെ കൂടെ. ബോട്ടം ഈ ഒരു ദുപ്പട്ടയുടെ ആ ഒരു സെയിം പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്, കോട്ടൺ ആണ് വന്നിരിക്കുന്നത്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെയും ലുക്ക് വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1950, 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നതും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്, എല്ലാം സെയിം തന്നെയാണ്. ഇത് വരുന്നത് വനസ്പതി പ്രിന്റിംഗിൽ ഇപ്പോൾ ഉണ്ടല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. വനസ്പതി പ്രിന്റിംഗ് വന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ആണ് ഇത്. പിന്നെ ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് ഇൻഡിഗോ ബ്ലൂവും കുറച്ചൊരു ആ ബ്ലൂവിനകത്തൊരു ചെറിയ ഗ്രീനിന്റെ ഒരു കളർ പോലെയും കൂടെ വരുന്നതാണ് ആ ഒരു മാംഗോ ഡിസൈൻസിലൊക്കെ ഇതിന്റെ പ്രിന്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിൽ ഇത് നിങ്ങൾക്കറിയാം, ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഇതിന്റെ ഡൈ ഇങ്ങനെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പിടിക്കാത്ത പോലെ ചില ഭാഗങ്ങളിൽ കാണാം. അത് ഈ ഒരു ഇങ്ങനെ ഒരു ചില ഭാഗങ്ങളിലുണ്ട്. അത് ഈ ഒരു ഇത്രയുമാണ് എങ്ങനെയാണ് അത് വരുന്നത്. ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരും, ഫ്രണ്ട് സൈഡിൽ അത്രയും അത് വരുന്നില്ല, ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം ഇതൊന്നും ഇതിന്റെ ഒരു ഡാമേജ് അല്ല, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഡാമേജ് അല്ല, അത് ഈ ഒരു മെറ്റീരിയലിന്റെ നേച്ചറാണ് അങ്ങനെ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആ രണ്ട് സൈഡ്സിലും അതുപോലെ എൻഡിലും ആ ഒരു ടോപ്പിന്റെ ആ ഒരു പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. സെന്ററിൽ നല്ല ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂവില് ഒരു ചെറിയ ഒരു നല്ലൊരു ബ്ലാക്ക് പ്രിന്റിങ്ങും കൂടെ വന്നിട്ടുണ്ട്, ഒരു ഫ്ലവറിന്റെ പ്രിന്റിങ് വന്നിട്ടുണ്ട്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഈ ചന്ദേരി സിൽക്ക് എന്ന് പറയുന്ന ഫാബ്രിക്. നല്ല എയറി ആയിട്ടുള്ള നമുക്ക് വെയർ ചെയ്യാനായിട്ടുള്ള നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിനൊക്കെ ആണെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ടോപ്പിന്റെ ആ ഒരു ചെറിയ ബോർഡർ ഒക്കെ ഒരു നെക്കിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ബോട്ടം വരുന്നത് ഈ ഒരു ദുപ്പട്ടയുടെ ആ ഒരു സെന്ററിലുള്ള ആ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഡാർക്ക് ബ്ലൂ ആണ്. ഇതിന് നമ്മൾ കളർ ഗാർഡും നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കളർ ബ്ലീഡിങ്ങിനുള്ള ചാൻസസ് ഉള്ള മെറ്റീരിയൽ ആണിത്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1950, 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഒരു ഗ്രീൻ കളറാണ്. ആ ഒരു ഗ്രീൻ കളറിനകത്തും ആ ഒരു ക്രീമിഷ് ഒരു വൈറ്റ് പോലെയാണ് വരുന്നത്. ആ ഒരു ബ്ലാക്കും കൂടെ ഉള്ള പ്രിന്റ്സ് ആണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. സൈഡ്സിൽ ഇങ്ങനെ ബോർഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കും ഇങ്ങനെയാണ് വരുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ പ്രിന്റ്സ്, ചില ഭാഗങ്ങളിലൊക്കെ കുറച്ച് ബ്രൈറ്റ്നെസ് കുറവുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു നേച്ചർ. ഇത് ശരിക്കും ഇത് ഒരു മാൻലി കാര്യം, മാൻമെയ്ഡ് ആയതുകൊണ്ടാണ് ആ ഒരു വരുന്നത്. ആ ഒരു ഹാൻഡ് ബ്ലോക്ക്, ആ ഒരു വുഡൻ ബ്ലോക്ക് എടുത്ത് അവരിങ്ങനെ ആ ഡൈക്കകത്ത് മുക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ ചില പ്രിന്റിന് ആ ഒരു കളർ അത്രയും ബ്രൈറ്റ്നെസ് വരത്തില്ല, അതുകൊണ്ട് വരുന്നതാണ് അങ്ങനെ. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട ആ ഒരു ചെറിയൊരു ബേജ് ഷെയ്ഡാണ്. എന്നിട്ട് അതിനകത്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നത് ഒരു ചെറിയൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. സൈഡ്സിലെ ബോർഡേഴ്സ് ഒക്കെ ഇങ്ങനെ വരും, എൻഡില് ടോപ്പിന്റെ ബോർഡേഴ്സും വരും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത് ഉണ്ട് ഇതിനെ. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ബോട്ടം വരുന്നത് ദുപ്പട്ടയുടെ ആ ഒരു പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1950, 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡ് ആണ്. ആ ഒരു ബ്രിക്ക് റെഡില് ഒരു ക്രീമും ആ ഒരു ബ്ലാക്കും കൂടെ ഉള്ള പ്രിന്റ്സ്. അതുപോലെ സൈഡ്സിൽ ഇങ്ങനെ വരും ബോർഡേഴ്സ്. ബാക്ക് ഇങ്ങനെ വരും. ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പിന്റെ ലുക്ക് വരുന്നത്.
ദുപ്പട്ട വരുന്നത് ആ ഒരു ബേജ് ഷെയ്ഡും ബ്ലാക്ക് പ്രിന്റ്സും എല്ലാം കൂടെ വന്ന്, അതുപോലെ തന്നെ സൈഡ്സിലും ഇങ്ങനെ ഒരു ബോർഡേഴ്സും വരുന്നുണ്ട്, എൻഡില് ആ ഒരു ടോപ്പിന്റെ ബോർഡേഴ്സും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടോപ്പിന്റെയും ദുപ്പട്ടയുടെയും കൂടെ ഉള്ള ഒരു ലുക്ക് ഇങ്ങനെ വരും. ബോട്ടം വരുന്നത് ദുപ്പട്ടയുടെ സെയിം പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്, ആ ഒരു ബേജ് ഷെയ്ഡ് തന്നെ ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് കണ്ടതെല്ലാം ചന്ദേരി സിൽക്ക് ആണ്. ഞാൻ പറഞ്ഞ പോലൊക്കെ നിങ്ങൾ വാഷ് കെയർ സൂക്ഷിച്ച് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ 4 വർഷമായതാണ്, പക്ഷെ ഇപ്പോഴും ഇതിനൊരു കുഴപ്പവും ഇല്ലാതെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇൻഡിഗോ ബ്ലൂ ആയതുകൊണ്ട് കുറച്ച് കളർ ബ്ലീഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും എനിക്കത് കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.